ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നതിനെ പ്രതിരോധിക്കുവാൻ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുന്നു. പോലീസും നഗരസഭയും പൊതുജനങ്ങളും ചേർന്ന് രാത്രികാല പട്രോളിംഗ് നടത്തും. നഗരസഭയിലെ 36 വാർഡുകളിലും ജാഗ്രതാ സമിതി രൂപീകരിക്കും. റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ നഗരസഭയും പോലീസും രാത്രികാല കാവലിന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടോമി പൊളിമാൻതുണ്ടം പറഞ്ഞു. ഈ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടുന്നതിന് വേണ്ടി റെസിഡൻസ്, പോലീസ്, ആരോഗ്യവകുപ്പ്, മറ്റു സന്നദ്ധ സംഘടന ചേർത്ത് ഈ രാത്രികാലം കൊണ്ട് ഈ മാലിന്യം തള്ളുന്നവരെ പിടിച്ചുകൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന എല്ലാവിധ സംവിധാനങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് അറിയിച്ചുകൊള്ളു. കഴിഞ്ഞ ദിവസം വള്ളിക്കാട് പ്രദേശത്ത് വലിയ തോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. മുനിസിപ്പാലിറ്റി നഗരസഭയിലെ 2ാം വാർഡിലെ കൗൺസിലറാണ്. പേര് അനീഷ്മാൻ. എൻ്റെ വാർഡിൽ നിന്ന് കക്കൂസ് മാലിന്യം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുണ്ട്. നല്ലപോലെ കക്കൂസ് മാലിന്യം ഇവിടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം എൻ്റെ വാർഡിൽ കൂടി വരികയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നടപടിയും പോലീസിൻ്റെ ഭാഗത്തും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇപ്പം നഗരസഭയിൽ നിന്ന് വന്ന് ക്ലോറിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടികളാണ് ഇപ്പം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. പാലാ റോഡിൽ മങ്കരത്തോട്ടിൽ മാലിന്യം തള്ളുന്നത് പ്രതിരോധിക്കുവാൻ നഗരസഭയ്ക്ക് പ്രത്യേക മറ ഒരുക്കേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം തള്ളുവാൻ രാത്രിയിലെത്തിവരെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചവർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി.